ചക്രവാണി ക്ലാസ്സസ് 2.0 നിങ്ങൾക്ക് സ്വാഗതം. ബയോളജിയിൽ നിങ്ങളുടെ സിലബസ് പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു പോർഷനാണ് തലച്ചോറ്, ബ്രെയിൻ ഇല്ലാത്ത കാര്യമില്ലെന്ന് തലച്ചോറിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം. ഈ തലച്ചോറ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തലച്ചോറ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ശിരകപാലത്തിനുള്ളിൽ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ശിരകപാലം, ഇംഗ്ലീഷ് വാക്ക് ക്രേനിയം എന്നാണ്. അപ്പോൾ ക്രേനിയത്തിൻ്റെ ഉള്ളിലാണ് തലച്ചോറ് ഇരിക്കുന്നത്. നമ്മുടെ തലച്ചോറിനെ പൊതിഞ്ഞ് 3 പാളി സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലത്തെ മെനിഞ്ചസ് എന്നാണ് പറയുന്നത്. അപ്പോൾ തലച്ചോറിനെ പൊതിഞ്ഞ് കാണുന്ന 3 പാളി സ്ഥലത്തെ ഡാഷ് എന്ന് പറയുന്നു. ഉത്തരം മെനിഞ്ചസ്. മറക്കരുത്. മെനിഞ്ചസിൻ്റെ ഇടയിലായിട്ട് ഒരു ദ്രാവകം കാണും. മെനിഞ്ചസിൻ്റെ ഇടയിലുള്ള ദ്രാവകത്തെ ഡാഷ് എന്ന് പറയുന്നു. സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന് പറയും. സെറിബ്രോ സ്പൈനൽ ദ്രവം, അതും മറക്കരുത്. നമ്മുടെ തലച്ചോറിൻ്റെ വെയിറ്റ് എത്രയാണ്? തലച്ചോറിൻ്റെ ഭാരം 1.4 കിലോഗ്രാമാണ്. ഇത് കറുപ്പിച്ചെങ്കിലേ PSC മാർക്ക് തരൂ. 1.4 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 1400 ഗ്രാം. 1400 ഗ്രാമാണ് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ വെയിറ്റ്. ഏറ്റവും വലിപ്പമുള്ള തലച്ചോറുള്ള ജീവി ഏതാണ്? ഏറ്റവും വലിപ്പമുള്ള തലച്ചോറുള്ള ജീവി സ്പേം തിമിംഗലമാണ്. സ്പേം തിമിംഗലം ഏറ്റവും വലിപ്പമുള്ള തലച്ചോറുള്ള ജീവി സ്പേം തിമിംഗലമാണ്. ഒരു തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? 1 സെറിബ്രം, 2 സെറിബെല്ലം, 3 മെഡില്ല ഒബ്ലാങ്കേറ്റ, 4 തലാമസ്, 5 ഹൈപ്പോതലാമസ്. ദീസ് ആർ ദി ഇമ്പോർട്ടൻ്റ് പാർട്സ് ഇൻ ബ്രെയിൻ. അപ്പോൾ തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മറക്കരുത്. 1 സെറിബ്രം, 2 സെറിബെല്ലം, 3 മെഡില്ല ഒബ്ലാങ്കേറ്റ, 4 തലാമസ്, 5 ഹൈപ്പോതലാമസ്. ഇതൊക്കെയാണ് തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഈ ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സെറിബ്രമാണ്. തലച്ചോറിൻ്റെ വലിപ്പത്തിൽ ഏറ്റവും വലിപ്പമുള്ള ഭാഗം സെറിബ്രമാണ്. അതായത് തലച്ചോറിൻ്റെ ടോട്ടൽ വോളിയത്തിൻ്റെ 85% എന്ന് പറയുന്നത് സെറിബ്രമാണ്. ടോട്ടൽ വോളിയത്തിൻ്റെ 85% സെറിബ്രമാണ്. സെറിബ്രത്തിൻ്റെ പുറമേയുള്ള ഭാഗത്തെ കോർട്ടക്സ് എന്നും ഉള്ളിലുള്ള ഭാഗത്തെ മെഡുല്ല എന്നും പറയും. സെറിബ്രത്തിൻ്റെ പുറമേയുള്ള ഭാഗമാണ് ഡാഷ്. ഉത്തരം കോർട്ടക്സ്. ഇതിൻ്റെ മറ്റൊരു വാക്ക് ഗ്രേ മാറ്റർ എന്നാണ്. ഉള്ളിലുള്ള ഭാഗത്തെ മെഡുല്ല എന്ന് പറയും. ഇതിൻ്റെ മറ്റൊരു വാക്ക് വൈറ്റ് മാറ്റർ എന്നാണ്. ഗ്രേ മാറ്ററിൽ ന്യൂറോണുകൾ അടങ്ങിയിരിക്കും. ഗ്രേ മാറ്ററിൽ ന്യൂറോണുകൾ, വൈറ്റ് മാറ്ററിൽ നാഡീതന്തുക്കളും അടങ്ങിയിരിക്കും. മറക്കരുത്. സെറിബ്രത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു ചാല് സെറിബ്രത്തെ 2ആയി തിരിയും. വലത്തെ അർദ്ധഗോളമെന്നും ഇടത്തെ അർദ്ധഗോളമെന്നും. 2 അർദ്ധഗോളയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ചുവട്ടിൽ ഒരു നാഡീകലയുണ്ട്. ഈ നാഡീകലയുടെ പേരെന്താണ്? ഉത്തരം കോർപ്പസ് കൊളോസം എന്നാണ് പറയുന്നത്. ഇത് PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. കോർപ്പസ് കൊളോസം. സെറിബ്രത്തിൻ്റെ 2 അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ചുവട്ടിൽ കാണുന്ന നാഡീകലയെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഉത്തരം കോർപ്പസ് കൊളോസം എന്ന് വിളിക്കും. അത് മറക്കരുത്. സെറിബ്രത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ജോലി സെറിബ്രമാണ്. നമ്മുടെ ശരീരത്തിലെ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബെല്ലമാണ്. അപ്പോൾ ഐച്ഛിക ചലനങ്ങളെ എന്ന് പറയുമ്പോൾ വോളണ്ടറി ആക്ഷൻ, അതിനെ കൺട്രോൾ ചെയ്യണത്
സെറിബ്രമാണ്. കൂടാതെ ബുദ്ധി, ഓർമ്മ, കാഴ്ച, കേൾവി, ഘ്രാണം, രുചി, സ്പർശനം, മനസാന്നിധ്യം, യുക്തിഭാവന, വിവേചനം, സംസാരം, ഇതെല്ലാത്തിൻ്റെയും ഇരിപ്പിടം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കേന്ദ്രം എന്ന് പറയുന്നത് സെറിബ്രമാണ്. ഇത്രയും കാര്യം സെറിബ്രത്തിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്ത ഭാഗം സെറിബെല്ലം. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഭാഗമാണ് സെറിബെല്ലം. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള തലച്ചോറിൻ്റെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് സെറിബെല്ലമാണ്. അത് മറന്നു വരുത്. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള തലച്ചോറിൻ്റെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് സെറിബെല്ലമാണ്. സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ടാണ് ഇത് കാണുന്നത്. സെറിബെല്ലത്തിൻ്റെ ഫങ്ഷൻ എന്തെന്ന് ചോദിച്ചാൽ, 1 ശരീരത്തിൻ്റെ തുലന നില പാലിക്കുക, 2 പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. ഈ 2 ഫങ്ഷനാണ് സെറിബെല്ലത്തിനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള തലച്ചോറിൻ്റെ ഭാഗം ഡാഷ്, ഉത്തരം സെറിബെല്ലം. സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ട് ഒരു ബൾബിൻ്റെ ആകൃതിയിൽ കാണുന്ന ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലത്തിൻ്റെ ഫങ്ഷൻ 1 ശരീരത്തിൻ്റെ തുലന നില പാലിക്കുക, 2 പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. ഈ 2 ജോലിയാണ്. മദ്യം തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കും എന്ന് ചോദിച്ചാൽ അത് സെറിബെല്ലത്തെയാണ്. സെറിബെല്ലത്തെ ബാധിക്കുന്നത് കൊണ്ടാണ് ചില മദ്യപാനികൾ ആടി നടക്കാൻ കാര്യം. ആടി നടക്കാൻ. അതുപോലെ കൂടുതൽ മദ്യപിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാക്ക് തെറ്റിപ്പോവുകയും ചെയ്യും, തെന്നിപ്പോവും. അതിന് കാരണവും ഈ സംസാരം എന്നുള്ളത് പേശി പ്രവർത്തനമാണ്. അതിനെ കൺട്രോൾ ചെയ്യണത് സെറിബെല്ലമാണ്. അപ്പം ആൾക്കാൾ ഈസ് അഫക്റ്റഡ് വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ എന്ന് ചോദിച്ചാൽ ഉത്തരം സെറിബെല്ലമാണ്. ഇതും PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മദ്യം തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കും? സെറിബെല്ലത്തെയാണ്. സെറിബെല്ലത്തിന് 2 ഫങ്ഷനാണ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞു. 1 ശരീരത്തിൻ്റെ തുലന നില പാലിക്കുക, 1 2 പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. ഇത് 2 പ്രധാനപ്പെട്ട 2 ഫങ്ഷൻസാണ്. അതുകൊണ്ട് സെറിബെല്ലത്തെ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടും. ചെറിയ തലച്ചോറ്, ചെറു തലച്ചോറ് എന്നറിയപ്പെടുന്നത്, ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. സെറിബെല്ലം. ഇത്രയും കാര്യങ്ങൾ സെറിബെല്ലത്തിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്ത ഭാഗം മെഡില്ല ഒബ്ലാങ്കേറ്റ. മെഡില്ല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ പിൻഭാഗവും സുഷുമ്ന ആരംഭിക്കുന്നതുമായ ഒരു ജോയിൻ്റാണ് മെഡില്ല ഒബ്ലാങ്കേറ്റ. തലച്ചോറിൻ്റെ പിൻഭാഗവും സുഷുമ്ന ആരംഭിക്കുന്നതുമായ ഒരു ജോയിൻ്റാണ് മെഡില്ല ഒബ്ലാങ്കേറ്റ. എന്താണ് മെഡില്ല ഒബ്ലാങ്കേറ്റയുടെ ധർമ്മം? ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ, അതായത് ഇച്ഛാതീത പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കലാണ് മെഡില്ല ഒബ്ലാങ്കേറ്റയുടെ ധർമ്മം. കൂടാതെ ശ്വസന, ഹൃദയസ്പന്ദനം, ഇതൊക്കെയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ. അതിനെ ക്രമീകരിക്കുന്ന ജോലി മെഡില്ല ഒബ്ലാങ്കേറ്റയ്ക്കാണ്. അതുകൊണ്ടാണ് മെഡില്ല ഒബ്ലാങ്കേറ്റയ്ക്ക് അടിയേറ്റാൽ തൽക്ഷണം മൃതിയടയാൻ കാര്യം. അതുകൊണ്ടാണ് തൽക്ഷണം മൃതിയടയും. അതുകൊണ്ടാണ് നമ്മൾ ബൈക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. അതുകൊണ്ടാണ് വീണ് കഴിഞ്ഞാൽ കറക്റ്റ് തട്ടുന്നത് മെഡില്ല ഒബ്ലാങ്കേറ്റയിലാണ്. മെഡില്ല ഒബ്ലാങ്കേറ്റയിൽ തട്ടിക്കഴിഞ്ഞാൽ ജോയിൻ്റ് തെറ്റും. ജോയിൻ്റ് തെറ്റിയാൽ ഹൃദയസ്പന്ദനവും തെറ്റും, ശ്വസനവും തെറ്റും. അപ്പോൾ ശ്വസനത്തെയും ഹൃദയസ്പന്ദനത്തെയും ക്രമീകരിക്കുന്നത് മെഡില്ല ഒബ്ലാങ്കേറ്റയാണ്. ശരി. അപ്പോൾ ഇച്ഛാതീത പ്രവർത്തനം, മറ്റൊരു വാക്കാണ് അനൈച്ഛിക പ്രവർത്തനം, അതിനെ കൺട്രോൾ ചെയ്യുന്ന ജോലി മെഡില്ല ഒബ്ലാങ്കേറ്റയ്ക്കാണ്. അത് മറന്നു വരുത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. അടുത്ത ഭാഗം തലാമസ്. തലാമസ് എന്ന് പറയുന്ന ഭാഗം സെറിബ്രത്തിന് തൊട്ട് താഴെയായി കാണുന്ന ഭാഗമാണ്. അതാണ് തലാമസ്. തലാമസിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ആവേഗങ്ങളെ തലച്ചോറിലേക്ക് കടത്തിവിടുക, അതായത് സെറിബ്രത്തിലേക്ക് കടത്തിവിടുക. അവിടെ നിന്ന് ആവേഗങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടത്തിവിടുക. അപ്പോൾ ആവേഗങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടുന്ന ജോലി തലാമസിനാണ്. അതുകൊണ്ട് തലാമസിനെ വിളിക്കുന്ന പേര് റിലേ സ്റ്റേഷൻ എന്നാണ്.
അപ്പോൾ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് തലാമസാണ്. റിലേ സ്റ്റേഷൻ പണ്ട് സെക്രട്ടേറിയറ്റിന് ചോദിച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഈ 2 എക്സാമിന് മെയിൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. റിലേ സ്റ്റേഷൻ അല്ലെങ്കിൽ റിലേ സെൻറ്റർ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? ഉത്തരം തലാമസ്. അത് മറക്കരുത്. അതുപോലെ വേദന സംഹാരികൾ, ഇപ്പോൾ പല്ലുവേദനയോ തലവേദനയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പെയിൻ കില്ലർ വാങ്ങിച്ച് കഴിക്കും. കുറച്ച് നേരത്തേക്ക് നമുക്ക് ആ വേദന ഉണ്ടാവുമില്ല. അതിന് കാരണം എന്താണ്? അതായത് പെയിൻ കില്ലറിൻ്റെ കെമിക്കല് നമ്മുടെ തലാമസിനെ ബാധിക്കും. തലാമസിനെ ബാധിച്ചു കഴിഞ്ഞാൽ തലാമസ് വേദനയാകുന്ന അവയവങ്ങളെ കടത്തിവിടില്ല. കടത്തിവിടാത്തിടത്തോളം കാലം നമുക്ക് വേദന ഉണ്ടാവില്ല. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. വേദന സംഹാരികൾ തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കും? ഉത്തരം തലാമസാണ്. അതും മറക്കരുത്. തലാമസിന് അടിയിൽ കാണുന്ന മറ്റൊരു ഭാഗമാണ് ഹൈപ്പോ തലാമസ്. ഹൈപ്പോ മീൻസ് അടിയിൽ എന്നാണ്. അപ്പോൾ ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞാൽ തലാമസിന് അടിയിലുള്ള ഭാഗം. തലാമസിന് അടിയിലുള്ള ഭാഗത്തെയാണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. തലച്ചോറിൻ്റെ തലാമസിന് തൊട്ടടിയിൽ കാണുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ്. ഹൈപ്പോ തലാമസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഹൈപ്പോ തലാമസിൻ്റെ ഫങ്ഷൻ 1 വിശപ്പ്, ദാഹം, ജലാംശ ക്രമീകരണം, ശരീര ഊഷ്മാവ്, ഇവയെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോ തലാമസാണ്. ശരീര ഊഷ്മാവിനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ് ഹൈപ്പോ തലാമസിനെ തെർമോ റെഗുലേറ്ററി സെൻറ്റർ എന്ന് പറയും. തെർമോ റെഗുലേറ്ററി സെൻറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ തെർമോ റെഗുലേറ്ററി സെൻറ്റർ എന്ന് വിളിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഹൈപ്പോ തലാമസാണ്. അതുപോലെ വിശപ്പ്, ദാഹം, ജലാംശ ക്രമീകരണം, ശരീര ഊഷ്മാവ്, ഇതിനെ കൺട്രോൾ ചെയ്യണ ജോലി ഹൈപ്പോ തലാമസിനാണ്. ഇത്രയും കാര്യങ്ങൾ തലച്ചോറിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സെറിബ്രം, അതിൻ്റെ ഘടനാ സ്ട്രക്ചർ, സെറിബെല്ലം ഘടനാ സ്ട്രക്ചർ, മെഡില്ല ഒബ്ലാങ്കറ്റ ഘടനാ സ്ട്രക്ചർ, തലാമസിൻ്റെ ഫങ്ഷൻ അറിഞ്ഞിരിക്കണം, തലാമസിൻ്റെ ഘടന, അതുപോലെ ഹൈപ്പോ തലാമസ്. ഇത്രയും കാര്യങ്ങൾ തലച്ചോറിൽ നിന്ന് പഠിച്ചു വച്ചിരുന്നാൽ തലച്ചോറിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ തലച്ചോറിൽ നിന്ന് ഇത്രയും കാര്യം അറിഞ്ഞിരിക്കണം.